77 വർഷങ്ങളായി 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് ഒരു റോഡില്ല. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം അധികൃതർ മധ്യപ്രദേശിലെ വിദിഷ ജില്ലയിലെ മോത്തിപ്പൂർ ഗ്രാമത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. പരാതികൾ പറഞ്ഞും അപേക്ഷകൾ കൊടുത്തും യാതൊരു പരിഹാരവുമില്ല. ഒടുവിൽ മനം മടുത്ത ഗ്രാമവാസികൾ സഹികെട്ട് റോഡ് പണിയാൻ തുനിഞ്ഞിറങ്ങി. റോഡില്ലാത്തതിനാൽ തന്നെ കാലാകാലങ്ങളായി കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് പോകാനോ അസുഖം വന്നാൽ ആശുപത്രിയിൽ എത്തിക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. മഴ പെയ്യുകയാണെങ്കിൽ അവസ്ഥ ഇപ്പോഴുള്ളതിനേക്കാൾ പരിതാപകരമാവും. अधिकारी से भी बोला, सबसे बोलते हैं गांव में जो आए वंडा है, अपने राशि मिले तो अपन काम करें, कुछ अपन राशि मिले या ऊपर से वो कुछ मिले तो अपन काम करें। मतलब सड़क निर्माण की आपने बात कही तो शासन ने आपको राशि नहीं दी? क्या मना कर दिया? राशि यही नहीं है, कहाँ से देंगे जब बोलते हैं. സ്വാതന്ത്ര്യാനന്തരം ഡസൻ കണക്കിന് സർക്കാരുകൾ മാറി മാറി വന്നു പോയെങ്കിലും മോത്തിപൂരിലെ ദളിത് സെറ്റിൽമെന്റ് ഏരിയയിൽ ഒരു റോഡ് പണിയാൻ പോലും ഈ ഗ്രാമത്തെ ആരും പരിഗണിച്ചില്ല. ഒടുവിൽ സഹികെട്ട ജനങ്ങൾ തങ്ങളുടെ 3 മാസത്തെ റേഷൻ വിറ്റ് സമാഹരിച്ച പണം ഉപയോഗിച്ചാണ് ഗ്രാമത്തിലേക്ക് റോഡ് പണിയാൻ തുടങ്ങിയത്. तो हम लोगों ने जो राशन मिलता है 94 हमारे परिवार हैं, तो राशन मिलता है तो हमने सब लोगों ने 3 महीने का राशन इकट्ठा किया और उस राशन से हमने जेसीबी मशीन बुलवा के ये पत्थर वगैरह डलवाए हैं. तो अभी तो पैदल ही चलती बनती है, इस पे वाहन भी नहीं चलेंगे. तो शासन से और प्रशासन से हमारी ये मांग है कि यदि वो हमें अगर सहायता देना चाहते हैं तो ये पत्थरों पे और मट्टी डलवा के और मुरम डलवा के और हो सके तो डामरीकरण कर दें. बस यही हमारी मांग है. മഴക്കാലത്ത് റോഡ് നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഗ്രാമവാസികൾ നിർമ്മിച്ച റോഡ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമെന്നാണ് സംഭവത്തെക്കുറിച്ച് പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. पूरी बारिश का सीजन शुरू हो गया है, तो इस मौसम में कोई नई रोड बनना तो तकनीकी रूप से उतना संभव नहीं हो पाएगा, परंतु इन जो रोड गांववासियों ने थोड़ा बनाया हुआ है उसको हम और बेहतर करके उसको मोटराइज कर सकें, इसका प्रयास तत्काल प्रभाव से पंचायत को निर्देश दिए गए. शीघ्र वो ऐसी रोड बना दी जाएगी ताकि आवागमन सुचारू रूप से हो सके. ഭരണകൂടം പുതിയ റോഡ് പണിയും വരെ മോത്തിപൂരിലെ താമസക്കാർക്ക് അവർ സ്വയം നിർമ്മിച്ച താൽക്കാലിക റോഡിൽ തന്നെ യാത്ര ചെയ്യേണ്ടി വരും. സഹികെട്ട് റോഡ് പണിത ജനങ്ങളുടെ പ്രവൃത്തി മാതൃകാപരമാണെങ്കിലും മറുവശത്ത് ഇത് വ്യവസ്ഥയുടെ പരാജയത്തിന്റെ കൃത്യമായ ഉദാഹരണമാണ്.